തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് ഇന്നലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം സംസ്ഥാനത്ത് സംഭവിച്ചത്? അപ്രതീക്ഷിതമായിരുന്നു പല കാര്യങ്ങളും. ഒന്ന്, ഇടതുമുന്നണിയുടെ തോൽവി. അവർ പ്രതീക്ഷിച്ചതും അതിരൂക്ഷമായ സാഹചര്യങ്ങളിലുള്ള തോൽവി സംഭവിച്ചു. UDF-നെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ചിരുന്നു വിജയമെങ്കിൽ കൂടിയും ഇത്ര വലിയ വിജയം അപ്രതീക്ഷിതമായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായ എന്തോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം BJP പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവർക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ ആ വലിയൊരു വിജയം ഉണ്ടായോ എന്നത് നമുക്ക് കണക്കുകൾ കൂടുതൽ പരിശോധിക്കേണ്ടി വരും. ചില തദ്ദേശ സ്ഥാപനങ്ങൾ BJPക്ക് നഷ്ടമായിട്ടുണ്ട്, ചിലയിടങ്ങൾ പുതുതായി കിട്ടിയിട്ടുമുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ വിജയം മാത്രം മതി BJPക്ക് വമ്പൻ അവകാശവാദങ്ങൾ ഉയർത്താൻ. എന്താണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ കണ്ടത് നമ്മളെല്ലാവരും പറയാറുണ്ട്, സെമി ഫൈനലാണ് യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന്. അങ്ങനെ സെമി ഫൈനലാണെങ്കിൽ ഈ വിജയം ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കം തന്നെയാണോ ചുരുങ്ങിയ മാസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി നമുക്ക് മുന്നിൽ ഉയരുന്നുണ്ട്. അതായത് ഇടതുമുന്നണിയുടെ മൂന്നാം വട്ടം എന്ന തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ അസ്തമിച്ചു. അതല്ല, ഇനിയും അവശേഷിപ്പുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചെത്തും? എന്തായാലും ഇടതുമുന്നണി കേന്ദ്രങ്ങൾ പരിശോധനകൾക്ക് തയ്യാറെടുക്കുകയാണ്. അപ്രതീക്ഷിതമാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ, മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു, പ്രതീക്ഷിച്ചതല്ല ഈ തോൽവി എന്ന കാര്യം. MV ഗോവിന്ദനും പറഞ്ഞതും അതുതന്നെയാണ്. അങ്ങനെയെങ്കിൽ അപ്രതീക്ഷിതമായ എന്തോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നടന്നിട്ടുണ്ട്. അത് ജാതി മത ശക്തികളുടെ ചില ഏകീകരണം ഉണ്ടായിട്ടുണ്ടോ? ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം തന്നെയാണോ സംസ്ഥാനത്ത് പ്രകടമായത്? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. തങ്ങൾ ജനക്ഷേമകരമായ നിരവധി കാര്യങ്ങളും ചെയ്തു, പക്ഷേ എന്നിട്ടും തിരിച്ചടി എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ സംവിധാനം നമുക്കറിയാം, നേരത്തെ തയ്യാറെടുത്തതാണ്. വലിയ തയ്യാറെടുപ്പുകൾ നടത്തി സംഘടനയുടെ ശേഷി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായി. തെരഞ്ഞെടുപ്പിന് ശേഷം വിമർശന വിധേയമായി സംഘടനാ സംവിധാനത്തെയൊക്കെ പഴിചാരാമെങ്കിലും ഇതെല്ലാം അറിയാവുന്ന ഇടതുപക്ഷം നേരത്തെ ഒരുങ്ങിയതല്ലേ? പിന്നെയും അവർക്ക് എങ്ങനെ പിഴച്ചു? ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൽ നേരത്തെ ഒരുങ്ങിയെങ്കിൽ പോലും UDF-നാണ് ചില പാളിച്ചകളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ എന്തോ രാഷ്ട്രീയ വിജയം UDF-നെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇടതുപക്ഷത്തിനെതിരായ മുന്നറിയിപ്പായി ജനങ്ങൾ കണ്ടതാണോ ഈ തെരഞ്ഞെടുപ്പിനെ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ശബരിമല പോലെയുള്ള നിർണായകമായ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം പോലെ ഇടതുപക്ഷം കണ്ടിരുന്ന ആ വിവാദ വിഷയങ്ങൾ ജനത്തെ സ്വാധീനിച്ചുമില്ല എന്ന രാഷ്ട്രീയ ചിത്രം നമുക്ക് മുന്നിൽ. വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം എങ്ങനെ ഇടതുപക്ഷം, കേരളത്തിൽ ഇടതുമുന്നണി LDF തോറ്റു. വിശദമായി തന്നെ നമുക്ക് നോക്കാം. എന്തായാലും ഇതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യത്യസ്തമായ നിരവധി ഘടകങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഈ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കേണ്ടി വരും. ഇതിൻ്റെ സാഹചര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് വരാം. അതിനെ നോക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുമുന്നണി തോറ്റു എന്ന പരിശോധന നടത്തുമ്പോൾ ഭരണവിരുദ്ധ വികാരത്തിന് തന്നെ മുഖ്യ സാധ്യത നമുക്ക് നൽകിയേ മതിയാവും. കാരണം സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നിരിക്കാം. ആ ഭരണവിരുദ്ധ വികാരമാവാം ഇത്ര ശക്തമായൊരു നീക്കമുണ്ടായത്. UDF കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവൊക്കെ ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലും മറ്റും പറയുന്നതാണ്, സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന കാര്യം. പക്ഷേ ഇടതുമുന്നണി ഇത് അവകാശപ്പെട്ടിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിലാണ് അവരുടെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനങ്ങൾ കടന്നു വരുന്നത്. PM ശ്രീ വിവാദ കാലത്ത് സർക്കാർ അതിന് മറുപടി നൽകിയത് യഥാർത്ഥത്തിൽ ഈ ക്ഷേമ പെൻഷൻ്റെ വർദ്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടാണ്. അങ്ങനെ ജനക്ഷേമകരമെന്ന് പറയുന്ന ഏറ്റവും വലിയ അവകാശവാദം ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞിരുന്ന ഇടതുമുന്നണിക്ക് എങ്ങനെ ഈ ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. അവിടെയാണ് അവർക്ക് മുന്നിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന്. ഇന്നും ഉത്തരം കിട്ടാതെ CPM കേന്ദ്രങ്ങൾ ഒരുപക്ഷെ ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലുമായി നടത്തുന്ന കണക്കെടുപ്പിൽ അവരുടെ മുന്നിൽ വലിയ ചോദ്യമായി ഉയരുന്നതും അതുതന്നെയാവും. അതായത് ജനക്ഷേമകരമായ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ട് ജനമത് കാണാതെ പോയി എന്ന ചോദ്യമാണ്. സർക്കാർ തീർച്ചയായിട്ടും ഉത്തരം കണ്ടെത്തേണ്ടി വരും. അവിടെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഉയരുന്നത്, ശബരിമല സ്വർണ്ണമോഷണ വിവാദം. നമുക്കറിയാം, ശബരിമല എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ വിഷയമായിരുന്നു. ഇത്തവണ ഒരുപക്ഷെ BJP-യേക്കാൾ ശക്തമായി അത് ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നത് UDF ആയിരുന്നു. കാരണം UDF പലപ്പോഴും പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ സർക്കാരിന് മറുപടി പറയുന്നു. അതായത് അയ്യപ്പൻ ഞങ്ങളെ രക്ഷിക്കുമെന്ന് UDF പ്രതീക്ഷിച്ചിരുന്നു. ആ രക്ഷ തന്നെ, ആ പ്രതീക്ഷ തന്നെയാണോ അവർക്ക് നേട്ടമായത് എന്ന ചോദ്യമാണ്. ശബരിമല സ്വർണ്ണമോഷണ വിവാദം അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയമായെങ്കിൽ സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളെയും മറികടക്കുന്ന മറ്റൊരു നീക്കമായി അത് മാറിയോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരുപക്ഷേ ശബരിമല സ്ത്രീ പ്രവേശന വിവാദ കാലത്ത്
ആ സമരം ഏറ്റവും ശക്തമായി ഉയർത്തിയത് BJP ആയിരുന്നു. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയത് അന്ന് UDF-ഉം കോൺഗ്രസുമായിരുന്നു. പിന്നീടുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇടതുമുന്നണി തങ്ങളുടെ തോൽവിക്ക് കാരണമായി ശബരിമല എന്ന ഘടകത്തെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇക്കുറി അംഗീകരിക്കേണ്ടി വരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം ശബരിമല ഒരു വലിയ ഫാക്ടറായിട്ടുണ്ടെങ്കിൽ ആ ഫാക്ടറാണ് ജനക്ഷേമ പദ്ധതികൾ എന്ന സർക്കാരിൻ്റെ തുറുപ്പുചീട്ടുകളെ മറികടന്നുകൊണ്ട് ജനത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവുക. മധ്യകേരളത്തിലടക്കമുണ്ടായ വികാരങ്ങൾ ഒരുപക്ഷേ UDF-ന് നേട്ടമായതും ഇടതുമുന്നണിയെ തിരിച്ചടിച്ചതും ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ആവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ട്. അടുത്ത കാരണം നമുക്ക് പരിശോധിക്കുമ്പോൾ അത് ന്യൂനപക്ഷ ഏകീകരണം എന്ന സാധ്യതയാണ്. നോക്കാം. ന്യൂനപക്ഷ ഏകീകരണം എന്നത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടതുമുന്നണിക്ക് CPM-ന് വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് 2 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആദ്യഘട്ടം 9-ാം തീയതി വോട്ടെടുപ്പ്, 2ാം ഘട്ടം 11-ാം തീയതി വോട്ടെടുപ്പ്. 2ാം ഘട്ടത്തിൽ സംഭവിച്ചത് ആദ്യഘട്ടത്തെ അപേക്ഷിച്ച് 5% വരുന്ന പോളിംഗ് വർധനമാണ് ഉണ്ടായത്. വടക്കൻ ജില്ലകൾ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്തു. അപ്പോൾ തന്നെ പ്രതീക്ഷിച്ചിരുന്നു ഈ നീക്കത്തിന് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ട്. ആ കാരണം ഒരുപക്ഷേ ന്യൂനപക്ഷ ഏകീകരണം എന്ന സാധ്യതയാണ്. നോക്കൂ, മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ ജില്ലാ പഞ്ചായത്തിൽ ഒരു പ്രതിപക്ഷം പോലുമില്ല. 33 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും UDF കൈയടക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷമില്ല. ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് പോലും അവിടെ കിട്ടിയിട്ടില്ല. പൊതുവിൽ വടക്കൻ ജില്ലകളിൽ ആ ഒരു പ്രകടനമുണ്ടായത്. ചില CPM പോക്കറ്റുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള ഇടതുപക്ഷ സ്വാധീന കേന്ദ്രങ്ങൾ അവരുടെ സ്വാധീന ശക്തി നിലനിർത്തി എന്നതിനപ്പുറത്തേക്ക് UDF-ന്റെ മേഖലകൾ പരിപൂർണമായി അത് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളായി മാറി എന്ന് വേണം ഒരുപക്ഷെ ഈ കണക്കുകൾ നോക്കി നമുക്ക് വിലയിരുത്തേണ്ടി വരിക. ആ തരത്തിലുള്ള സാഹചര്യം ഒരുപക്ഷെ സംസ്ഥാനത്തുണ്ടായേക്കാം. ആ ന്യൂനപക്ഷ ഏകീകരണം ഒരു വശത്ത് സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടി ബന്ധത്തെ UDF-നെതിരെ അതിശക്തമായി ഉന്നയിച്ചുകൊണ്ട് നിലമ്പൂർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ വരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ നീക്കങ്ങളിൽ അത് പ്രകടമാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഉപേക്ഷിച്ച് ഹിന്ദു വിഭാഗങ്ങളെ ഒപ്പം തീർക്കാനുള്ള ഒരു പ്രചരണ തന്ത്രമായി രാഷ്ട്രീയ നിരീക്ഷകർ അതിനെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും CPM അത് പരസ്യമായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ചില നീക്കങ്ങൾ അങ്ങനെ പ്രകടമായിരുന്നു. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയായോ ന്യൂനപക്ഷ ഏകീകരണം ഇത്തവണ UDF-ന് അനുകൂലമായി അത് ആ തരത്തിൽ വെല്ലുവിളിയായി എന്നുകൂടിയാണ് സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടി നമുക്ക് പരിശോധിക്കാം. അത് BJP-യുമായി ഒത്തുതീർപ്പെന്ന ഒരു പ്രചരണമാണ്. BJP-യുമായി സർക്കാർ ഒത്തുതീർപ്പിന് വിധേയമാകുന്നു എന്നൊരു പ്രചരണം വലിയ വ്യാപകമായി ഉയർന്നു വന്നതാണ്. കേരളത്തിൽ ഇടതുമുന്നണി തോറ്റതെങ്ങനെ എന്ന കണക്കെടുക്കുമ്പോൾ BJP-യും സംസ്ഥാന സർക്കാരും CPM നേതൃത്വവുമായി ഒരു ഒത്തുതീർപ്പ് എന്ന പ്രചരണം പ്രത്യേകിച്ച് മുസ്ലിം പോക്കറ്റുകളിൽ വലിയ രീതിയിൽ ഉയർത്തിവിടാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് UDF വലിയ പ്രചരണ വിഷയമായി ഏറ്റെടുക്കുന്നു. അവർക്ക് അതിന് മുന്നിൽ ആയുധമാവുന്നത് PM ശ്രീ പോലെയുള്ള വിവാദങ്ങൾക്കുമായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടി ഉണ്ടായിട്ടുണ്ട്. BJP-യുമായി ഒത്തുതീർപ്പെന്ന പ്രചരണം ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായി തെരഞ്ഞെടുപ്പിൽ UDF-ന് ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞു. ആ ഉയർത്തിക്കാട്ടൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ നേട്ടമാക്കാൻ UDF-നും കഴിഞ്ഞിട്ടുണ്ടാവാം. അതാവാം BJP CPM ധാരണ. CJP എന്ന പ്രയോഗം പോലും നടത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അടക്കം UDF കേന്ദ്രങ്ങളൊക്കെ വലിയ പ്രചരണം നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ പ്രചരണത്തിനൊടുവിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കാം. അതിൽ പ്രധാന ഘടകമായിട്ടുണ്ടാവുക ഒരു പക്ഷേ BJP CPM ഒത്തുതീർപ്പെന്ന ധാരണയാണ്. പിന്നാലെയാണ് ഈ PM ശ്രീ വിവാദം കൂടി വരുന്നത്. PM ശ്രീ വിവാദമാണ് യഥാർത്ഥത്തിൽ CPM BJP ഒത്തുതീർപ്പെന്ന പ്രചരണം ഒന്നുകൂടി ശക്തിപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ് PM ശ്രീ വിവാദം ഉയർന്നു വന്നത്. PM ശ്രീ വിവാദം വന്നപ്പോൾ കണ്ടതാണ് അവിടെ ഇടതുപക്ഷവും BJP-യും തമ്മിൽ ചില ഒത്തുതീർപ്പുകൾക്ക് ശ്രമിക്കുന്നു. അത് UDF-നെ അകറ്റി നിർത്താൻ വേണ്ടി BJP-ക്ക് കേരളത്തിൽ ഇടം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ്. മുഖ്യമന്ത്രി BJP-യുടെ ദേശീയ നേതാക്കളുമായി നടത്തുന്ന ആ ധാരണയാണ് കേരളത്തിൽ പ്രതിഫലിക്കുന്നത്. അതാണ് PM ശ്രീയിൽ കണ്ടത്. രാഷ്ട്രീയപരമായി ഇടതുപക്ഷം എതിർക്കുന്ന PM ശ്രീയിൽ രഹസ്യമായി ഒപ്പിട്ട സർക്കാരിൻ്റെ നടപടി വലിയ വിവാദമായി, മുന്നണിയിൽ വലിയ വിവാദമായി. ഒടുവിൽ അത് തിരുത്തേണ്ടി വന്നു എന്നതാണ് സാഹചര്യം. അവിടെ പാലമായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് എന്ന ഇടതുപക്ഷ MP-യാണ്, രാജ്യസഭാ MP-യാണ് എന്ന ആക്ഷേപം കൂടി പ്രതിപക്ഷം ഉയർത്തിയതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ ഈ രാഹുൽ മാങ്കൂട്ടൻ വിവാദങ്ങൾക്കിടെ അത് വീണ്ടും ഉയർന്നു വരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലും അത് ചർച്ച ചെയ്യും. അങ്ങനെ PM ശ്രീ വിവാദം CPM BJP
ബന്ധം ഉണ്ട് എന്ന പ്രചരണത്തിന് ഒന്നുകൂടി ശക്തി പ്രകടമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പൊതുവിൽ ഈ ഘടകങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം. ചുരുക്കത്തിൽ CPM തോറ്റതെങ്ങനെ, ഇടതുപക്ഷം തോറ്റതെങ്ങനെ എന്ന പരിശോധന നടക്കുമ്പോൾ നമുക്ക് ഈ ഘടകങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ട് വരും. ഭരണവിരുദ്ധ വികാരം പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുണ്ട്. ഒപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദം, അത് പ്രതിപക്ഷത്തിന് ശക്തമായി ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞതാണ്. മറ്റൊന്ന് ന്യൂനപക്ഷ ഏകീകരണമാണ്. മറ്റൊന്ന് PM ശ്രീ വിവാദം. ഇത്തരം ഘടകങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. BJPയുമായി ഒത്തുതീർപ്പെന്ന പ്രചരണം ഏറ്റവും ശക്തമായി ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞതും ഈ ഘടകങ്ങളിലൂടെയാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരമടക്കം സംസ്ഥാന സർക്കാർ വിരുദ്ധ വികാരങ്ങളൊക്കെ പ്രകടമാക്കാൻ കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ തോൽവിയിലേക്ക് പോയി എന്ന നിഗമനമാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉണ്ടാവുക. ഒരു പക്ഷേ CPMൻ്റെ കണക്കെടുപ്പിലും ഈ ഘടകങ്ങളൊക്കെ കടന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ പോകുന്നത് UDF എങ്ങനെയാണ് വിജയിച്ചത്, എന്തായിരുന്നു UDFൻ്റെ പ്രചരണതന്ത്രം, എങ്ങനെയാണ് അവർക്ക് ആ പ്രചരണതന്ത്രവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നതാണ് സാഹചര്യം. കൃത്യമായ സ്ട്രാറ്റജി ഇക്കാര്യത്തിൽ ഇത്തവണ UDFനുണ്ടായിരുന്നു. അത് കൃത്യമായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഒന്ന്, സർക്കാർ വിരുദ്ധ വികാരം പ്രചരിപ്പിക്കാനുള്ള UDFൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളാണ്. അത് കൃത്യമായി പലപ്പോഴും ഫലം കാണുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി വരുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയിക്കപ്പെടുന്നത്. LDF സർക്കാരിനെതിരായ ഒരു വികാരം രാഷ്ട്രീയപരമായി ഉയർത്തിവിടാൻ വലിയ നീക്കങ്ങൾ നടത്തി. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം വിവാദമൊക്കെ ഉയർന്നു വന്നെങ്കിൽ കൂടിയും LDF സർക്കാരിനായി ഒരു പ്രചരണം കൃത്യമായി അവർ നടത്തി. അത് കൃത്യമായി ഉന്നയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് എന്നതാണ് ഈ വോട്ടെണ്ണൽ ഫലങ്ങൾ വരുന്നത്. അടുത്തതായി വരുന്നത് ശബരിമല അടക്കമുള്ള വിവാദങ്ങളാണ്. അതായത് ശബരിമല അടക്കമുള്ള വിവാദങ്ങൾ ചർച്ചയാക്കിയത് വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി എന്ന ഒരു സാധ്യതയും സാഹചര്യവുമാണ്. അതവർക്ക് വലിയ നേട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് സംഭവിച്ചിരിക്കുന്നത് നേരത്തെയുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കമാണ്. ഇത്തവണ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി തയ്യാറെടുപ്പുകൾ നടത്താനുള്ള UDFൻ്റെ നീക്കമാണ്.